PM ശ്രീ എന്ന പദ്ധതിയിൽ വിയോജിച്ച് നിന്ന ഒരു സംസ്ഥാനമായിരുന്നു കേരളം. അങ്ങനെ നിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നായ കേരളം പെട്ടെന്ന് പോയി ഒപ്പിട്ടതല്ലേ ഇപ്പോൾ കേരളത്തിലുണ്ടായ പ്രതിസന്ധി. ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചിട്ട് ഇവരെന്ത് ചെയ്തു? ഒരു മെമ്മോ, ഒരു കുറിപ്പ്, ഒരു കത്ത് കേന്ദ്രത്തിന് കൊടുത്തു. ഈ ഉപസമിതിയുടെ അഭിപ്രായം വരുന്നത് വരെ നേരത്തെ ഒപ്പിട്ട കരാറിലെ തുടർ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുക, മരവിപ്പിക്കുക, കെപ്റ്റിൻ അബയൻസ്. പിന്നെ അതിനുശേഷം ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അതിൽ പോയി ഒപ്പിട്ട് ഈ പ്രതിസന്ധി ഉണ്ടാക്കിയവർ ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നത് അത്ര ശരിയാണോ? നമ്മളൊന്നും അത്ര ഓർമ്മയില്ലാത്ത ആളുകളല്ലല്ലോ മലയാളികൾ, കേരളത്തിലെ ജനങ്ങൾ. സെൻസസുമായി ബന്ധപ്പെട്ട് സെൻസസ് ഡ്യൂട്ടി ഉള്ള ആളുകൾക്ക് പിന്നെ ട്രാൻസ്ഫർ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് ഒരു കേന്ദ്ര ഗൈഡ് ലൈനാണ്. സെൻസസ് കേന്ദ്രമാണല്ലോ നടത്തുന്നത്. പക്ഷെ അതിൽ ഞങ്ങൾക്ക് ചില വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ജില്ലയിൽ തന്നെയുള്ള ആളുകൾ അല്ലെങ്കിൽ ജില്ലയ്ക്ക് പുറത്തുള്ളവരാണെങ്കിലും സെൻസസിൻ്റെ ഡ്യൂട്ടി ഈ ജൂലൈ മാസത്തിൽ കുറച്ച് ദിവസം വരും. ഇപ്പം ഡിജിറ്റലായി തുടങ്ങി, അല്ലെങ്കിൽ ഈ സമയത്ത് കുറച്ച് ദിവസം വരും. പിന്നെ ബാക്കി അതിൻ്റെ പൂർത്തീകരണം ഫെബ്രുവരിയിലാണ്. അങ്ങനെയാണ് അതിൻ്റെ ഘടന എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ വർഷങ്ങളായി കാത്തു നിൽക്കുന്ന ഈ ട്രാൻസ്ഫറുകൾ പിന്നെ അവർക്ക് നഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല. പക്ഷേ ഇതൊരു കേന്ദ്രത്തിൻ്റെ ഗൈഡ് ലൈനാണ്. അത് മാറ്റാനും ഈ ട്രാൻസ്ഫറുകൾ നടത്താനുമുള്ള ഒരു സംവിധാനം ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അധ്യാപക സംഘടനകളുടെ ഭാഗത്ത് നിന്ന് വന്ന ശക്തമായ നിർദ്ദേശത്തെ തുടർന്ന് ഞങ്ങൾ ആ വിഷയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്.